എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ പച്ച തേങ്ങ അരച്ച നാടൻ അയലക്കറിയാണ്. ഇതുപോലൊരു കറി എല്ലാവരും തയ്യാറാക്കി എടുക്കാറുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന പാചക രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതും. നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെയും ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പാചകങ്ങൾ മാത്രമാണ്. അതെല്ലാവർക്കും ഒരുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ പാചകങ്ങളും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് അയലക്കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 3 വലിയ അയലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗ്രാം കണക്കാണെങ്കിൽ 600 ഗ്രാം അളവുണ്ടായിരുന്നു. ഈ കഴുകി വൃത്തിയാക്കിയ അയല നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ നാളികേരം ഒന്നെടുത്ത് വെക്കാം. നമ്മളിന്ന് പച്ച തേങ്ങ അരച്ചിട്ടുള്ള അയലക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് 2 കൈപ്പിടി നാളികേരമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓവറായിട്ട് നാളികേരത്തിന്റെ അളവ് കൂട്ടിയെടുക്കരുത്. പിന്നെ 1 നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചി, 20 വറ്റൽ മുളക്, ഒരു 4 അല്ലി കൊച്ചുള്ളി, 2 പച്ചമുളക്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. നിങ്ങളുടെ കൈവശം വറ്റൽ മുളക് ഇല്ലെങ്കിൽ 2.5 സ്പൂൺ അളവിൽ മുളക് പൊടി എടുക്കാവുന്നതാണ്. കുറച്ച് അധികം സ്പൈസി ആയിരിക്കും. സ്പൈസി ആയിട്ട് ചെയ്യുമ്പോഴാണ് കറിക്ക് സ്വാദ് കിട്ടുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത്രയും സ്പൈസി ആയിട്ട് വേണ്ട എങ്കിൽ 2 സ്പൂൺ അളവിൽ ചേർത്താൽ മതിയാകും. പിന്നെ മീൻ പച്ചക്കരച്ചൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കറിക്ക് വളരെ കൊഴുപ്പ് കൂടി നമ്മുടെ കറിയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഈ പച്ചത്തേങ്ങ അരച്ച് ചെയ്യുന്ന കറികൾക്ക് കാശ്മീരി മുളക് പൊടി താളിപ്പിന് ഉപയോഗിക്കാം, അല്ലാതെ അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ചേർക്കരുത്. അങ്ങനെ നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കിയതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒറ്റയടിക്ക് തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നാളികേരം അരയാതെ പോകുന്നതാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഇലക്കറി തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കുടംപുളി ചേർത്തിട്ടാണ്. ഇതിനായിട്ടൊരു 4 വലിയ കഷ്ണം കുടംപുളി നേരത്തെ തന്നെ കഴുകി വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കറിയിലേക്ക് പുളി ഇറങ്ങി കിട്ടും. അങ്ങനെ നമ്മൾ നാളികേരം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത അരപ്പ് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുമ്പോഴാണ് കറിക്ക് നല്ല സ്വാദ് കിട്ടുന്നത്. അരപ്പിന്റെ കൂടെ തന്നെ നമ്മൾ കുതിർത്തിയെടുത്തിട്ടുള്ള പുളിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ കല്ലുപ്പ് ചേർക്കാം. കൂടെ തന്നെ 1 നുള്ളു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. 2-3 പച്ചമുളക് ഒന്ന് കൈകൊണ്ട് ഒടിച്ച് ചേർക്കാം. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ കൈ കൊണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതിയാകും. ഈ ഒരു സമയത്ത് നമ്മുടെ കറിയുടെ ചാറിന്റെ കട്ടി ഇതുപോലാണ് കേട്ടോ ഇരിക്കുന്നത്. അതുപോലെ തന്നെ കറിയിലേക്ക് ഓവറായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കരുത്. മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടുവാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തല് ഇങ്ങനെ എടുത്ത് കാണിക്കും. ഇനിയിപ്പോൾ ഉടൻ തന്നെ അടുപ്പിലേക്കൊന്ന് വെച്ച് തിളപ്പിച്ചെടുക്കാം. കറി ഒന്ന് തിളച്ച് വരുന്നത് വരെയും ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുന്നത് കറിയുടെ അരപ്പൊന്നും പിരിയാതെ തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ മീൻകറി ഒന്ന് ചെറുതായിട്ടൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല പോലെ വെട്ടിത്തിളച്ച് കറിയുടെ ഈ ഒരു ചാറൊക്കെ ഒന്ന് കുറുകിയ പാകത്തിലേക്കായി കിട്ടണം. ഇപ്പോൾ നമ്മുടെ കറി നല്ലോണം വെട്ടിത്തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തവി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ കറി ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കറി എപ്പോഴും മൂടി വെച്ച് കൊടുക്കുമ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ മൂടി വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ നല്ല കുറുകിയ പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല മീൻ കഷ്ണങ്ങൾ ചേർക്കാം. അയല ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇതിന്റെ ഉൾഭാഗത്തു നിന്നും ആ ഒരു കറുപ്പൊക്കെ നീക്കം ചെയ്തതിന് ശേഷമായിരിക്കണം മീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ചേർക്കേണ്ടത്. അങ്ങനെ മീൻ കഷ്ണങ്ങൾ മുഴുവനും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തവി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഇനി മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി മീൻ കഷ്ണങ്ങൾ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ കറി ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം വെട്ടി തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം വീണ്ടും സിമ്മിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം കഷ്ണങ്ങൾ വേവിച്ചെടുക്കാനായിട്ട്. എത്ര നേരം നമ്മൾ ചെറിയ തീയിൽ വെച്ച് പാചകം ചെയ്തെടുക്കുന്നു അത്രയ്ക്കും നമ്മൾ ചെയ്യുന്ന ഭക്ഷണത്തിന്റെ സ്വാദും കൂടുതൽ കിട്ടുന്നതുമാണ്. നല്ലോണം വെട്ടി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി വീണ്ടും മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ്
കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ചെറിയ തീയിലിരുന്നാണ് കറി പാകമായി കിട്ടേണ്ടത്. മീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി നല്ല പോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് കൊച്ചുള്ളി കട്ട് ചെയ്തിട്ട് കൂടി ചേർക്കണം. കൊച്ചുള്ളി കട്ട് ചെയ്തോ അതുപോലെ ചതച്ചോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് കറിയുടെ ഉപ്പും പുളിയൊക്കെ നോക്കാവുന്നതാണ്. ഉപ്പോ പുളിയോ പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി പിടിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പച്ച തേങ്ങ അരച്ചിട്ടുള്ള അയല മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു തനി നാടൻ മീൻകറി എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കേട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.